ഈ സംഭവത്തെ തുടർന്ന് മൈക്കോ ലേഔട്ട് പോലീസിലെ നിരവധി പോലീസുകാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അന്ന് രക്ഷപ്പെട്ട അയാൾ 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും പോലീസ് പിടിയിലായത്. അതും പീനിയ എന്ന സ്ഥലത്ത് വെച്ച് തന്നെ. അതായത് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷവും ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയായിരുന്നു ഉമേഷ് റെഡ്ഡി ഉണ്ടായിരുന്നത്. ഈ കാലയളവിൽ നിരവധി റേപ്പുകളാണ് ഇയാൾ നടത്തിയത്. അതിൽ പല വിക്ടിംസും മരണപ്പെടുകയും ചെയ്തു. 1998 ഫെബ്രുവരി 28-ന് 37 വയസ്സുള്ള ജയശ്രീ സുബയ്യ എന്ന സ്ത്രീയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ഉമേഷ് റെഡ്ഡി തൊട്ടടുത്ത ദിവസം തന്നെ പീനിയയിലുള്ള മറ്റൊരു വീട്ടിൽ അതിക്രമിച്ചു കയറി ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. കൊല ചെയ്യപ്പെട്ട ജയശ്രീ സുബയ്യയുടെ മകൻ ഉമേഷ് റെഡ്ഡിയെ നേരിട്ട് കണ്ടിട്ടുള്ളതിനാൽ അയാളുടെ മേൽ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ജയശ്രീ കേസിൽ ഐ വിറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ 1999-ൽ ഉമേഷ് റെഡ്ഡി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ പിടിയിലാവുകയും ചെയ്തു. പിന്നീട് 2002 മാർച്ചിൽ കോടതിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയെ പോലീസുകാർക്ക് മദ്യം വാങ്ങിച്ചു നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച ഉമേഷ് റെഡ്ഡി വീണ്ടും രക്ഷപ്പെട്ടു. പിന്നീട് 2 മാസത്തിന് ശേഷം 2002 മെയ് 17-ന് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് വെച്ച് സത്യവേലു എന്നൊരു ഓട്ടോ ഡ്രൈവർ ഉമേഷ് റെഡ്ഡിയെ തിരിച്ചറിയുകയും പോലീസിൽ വിവരം കൈമാറുകയും ചെയ്തതനുസരിച്ച് അയാൾ വീണ്ടും പിടിക്കപ്പെടുകയായിരുന്നു.